നമസ്തേ, കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ പകരത്തിന് പകരം. അങ്ങനെയുള്ളൊരു കാര്യം, അങ്ങനൊരു കഥ. അതെ, ഇങ്ങോട്ട് കിട്ടിയ അങ്ങോട്ട് കൊടുക്കും, ചുണ്ടങ്ങ കൊടുക്കും, വഴുതനങ്ങ വാങ്ങും. അങ്ങനെ ഒരു കഥയല്ലേ. കുറച്ച് കുട്ടികളുടെ തല്ലിത്തല്ലൂടുമ്പോൾ മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട്, കേട്ടാ നിങ്ങൾ തല്ലിത്തല്ലൂടട്ടാ, ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കണ്ട. എന്താ ചുണ്ടങ്ങ എന്ന് പറയുന്നത്? ചെറിയ കാമ്പലാണ്, നമ്മുടെ നെല്ലിക്കേക്കാളും പ്രായം വലുപ്പം കുറവുള്ളതാണ് ചുണ്ടങ്ങ. അതങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വഴുതനങ്ങ. ചുണ്ടങ്ങ മേടിച്ച് വഴുതനങ്ങ അത്ര നീളമുള്ള വലിയതല്ലേ, നീളമുള്ള വഴുതനങ്ങ അത് ഇങ്ങോട്ട് മേടിക്കുക. എന്ന പോലെ തമ്മിത്തല്ലൂടെന്നാന്ന് പറയുമ്പോൾ നീ ചെറിയൊരു നുള്ളു കൊടുത്തിട്ട് ഇങ്ങോട്ട് വലിയൊരടി അല്ലെങ്കിൽ രണ്ടിരുട്ടി ഇത് മേടിക്കരുത് എന്ന അവസരത്തിലാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ നാട്ടിൻപുറത്ത് പകരത്തിന് പകരം ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കുക എന്ന അർത്ഥം പോലെ വരുന്ന ഒരു കഥയാണിത്. ഈ കഥയുടെ പേര് പകരത്തിന് പകരം. ഒരു നാട്ടിൻപുറത്തുണ്ടായ കഥയായിട്ട് ഉണ്ടായ കഥയെന്നേ. എന്താ കഥ എന്ന് പറഞ്ഞാൽ, രാമു എന്ന് പറയുന്ന ഒരാളുണ്ടാവും, കൂട്ടുകാരാണ്, അയൽപ്പക്കക്കാരാണ്, രാമു ദേവൻ. രാമു എങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾ ഈ സ്വർണ്ണപ്പണിക്കാരനാണ്. സ്വർണ്ണവും പണിയും വെള്ളിയും പണിയും അങ്ങനെയാണ്. അതുകൊണ്ടുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കും. വെള്ളി കൊണ്ടാണെങ്കിൽ പല വിഗ്രഹങ്ങൾ, പാത്രങ്ങൾ അതൊക്കെ ഉണ്ടാക്കും. സ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കും. മോതിരം, മാല, കഴുത്തിലിടുന്ന മാല, വള, കാതിൽ, കമ്മൽ ഇതൊക്കെ ഉണ്ടാക്കും. വെള്ളി കൊണ്ടാണെങ്കിലും പാദസരം, മോതിരങ്ങൾ, മാലകൾ, വെള്ളി കൊണ്ടുണ്ടല്ലോ ആഭരണങ്ങളൊക്കെ. പിന്നെ ചെറിയ ചെറിയ കിണ്ടികൾ, വലിയ വലിയ കുടങ്ങൾ, ചെറിയ കുടങ്ങൾ, വെള്ളിക്കുടങ്ങൾ, വെള്ളിച്ചെല്ലം, ഇങ്ങനെ വെള്ളി കൊണ്ടുള്ള പല ആഭരണങ്ങളും പാത്രങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പണിക്കാരനാണ്, സ്വർണ്ണപ്പണിക്കാരനാണ്, ലോഹപ്പണിക്കാരനാണ് രാമു. ഈ രാമുവിനെ വെള്ളിപ്പണി അവിടെ കൊണ്ട് സ്വർണം കൊണ്ട് കൊടുക്കും. സ്വർണം കൊണ്ട് പറയണ വിധത്തെ ആഭരണം ഉണ്ടാക്കി കൊടുക്കും, അതിൻ്റെ കൂലി വാങ്ങും. വെള്ളി കൊണ്ട് കൊടുക്കും, വെള്ളി കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കും. വെള്ളിക്ക് സ്വർണത്തിൻ്റെ അത്രയ്ക്ക് വിലയില്ല. അപ്പോൾ അയാൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ വെള്ളി മേടിച്ച് വെച്ചിട്ട് പലതരത്തിലുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വയ്ക്കും പ്രദർശനത്തിന്. പാദസരവും അരഞ്ഞാണവും മോതിരങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ആൾക്കാർ വന്ന് കണ്ട് മേടിച്ച് പോവുകയും ചെയ്യും. അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. മറ്റേ ദേവനാകട്ടെ അയാളൊരു കൃഷിക്കാരനാട്ടെ. അയാൾക്ക് കുറേ സ്ഥലമുണ്ട്, അവിടെയൊക്കെ കൃഷി ചെയ്യും. നെൽകൃഷിയുണ്ട്, പടവലം, പച്ചക്കറികളൊക്കെ ഉണ്ട്, പാവയ്ക്ക, അങ്ങനെ പല പച്ചക്കറികളും ഉണ്ട്. കന്നുകാലി വളർത്തലുണ്ട്, ആട് വളർത്തലുണ്ട്. മാത്രമല്ല ഇയാൾക്ക് ഇതൊന്നും കൂടെ കോഴി ഫാമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കൃഷിയും കാര്യങ്ങളുമായിട്ട് ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ദേവൻ. ഒരു ദിവസം അത്യാവശ്യമായിട്ട് ഈ സ്വർണ്ണപ്പണിക്കാരനായ രാമുവിന് ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അയാളുടെ ഒരന്യ വിദേശ കുറച്ച് ദൂരെയാണൊക്കെ, ഒരു വീട്ടിൽ നിന്നൊക്കെ അകലെ കുറേ ദൂരെയാണ് ജീവിക്കുന്നത്. അയാളുടെ കൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയും. അപ്പോൾ അന്യൻ്റെ കൂടെ താമസിക്കുന്ന അമ്മയ്ക്ക് സുഖമില്ല എന്ന് കേട്ടിട്ട് അമ്മ കാണാൻ വേണ്ടി ഒന്ന് പോകും. അപ്പോഴാണെങ്കിൽ വാങ്ങിച്ച് വെച്ച കുറച്ച് വെള്ളി തൻ്റെ കയ്യിലുണ്ട് തന്നെ. ഉടൻ തന്നെ ഈ വെള്ളി ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റുമല്ലോ. കള്ളന്മാർ വീട് കൂട്ടിയിട്ടാണ് പോകുന്നത്. ഇയാൾ ഭാര്യയും കൂടി പോവുകയാണെങ്കിൽ. അപ്പോൾ വീട് കൂട്ടിയിട്ട് ഈ വെള്ളി അവിടെ വെച്ചിട്ട് വല്ല കള്ളന്മാരും കയറി വന്ന് അത് എടുത്തുകൊണ്ട് പോയാൽ നഷ്ടമല്ലേന്ന് കയറിയിട്ട് എനിക്ക് ഇത് നമ്മുടെ സുഹൃത്തായ ദേവനുണ്ടല്ലോ എടുത്ത് ദേവൻ്റെ ഇത് സൂക്ഷിക്കാൻ ഏൽപ്പില്ല എന്ന് കരുതി ഈ വെള്ളി കട്ട ഒരു 3-4 കിലോ വെള്ളിയുണ്ട്. അപ്പോൾ ഒരു വെള്ളി കട്ടയാണ്. ആ കട്ട അങ്ങനെ തന്നെ കൊണ്ടുപോയി ദേവനോട് പറഞ്ഞ്, സുഹൃത്തെ ഞാൻ അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞു, അനിയൻ്റെ എഴുത്ത് വന്നിട്ടുണ്ട്, ഞങ്ങൾ അമ്മയെ കാണാനൊന്ന് പോവുകയാണ്. അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ട് അമ്മയുടെ വിശേഷം, കുറച്ച് നാളവിടെ താമസിച്ച് അമ്മയെ ശുശ്രൂഷിക്കാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി നോക്കിയിട്ട് ഞങ്ങൾ പോരുകയുണ്ടാവുള്ളൂ. എന്താണെന്ന് ഏതായാലും പോയി നോക്കട്ടെ, ഞാനും ഭാര്യയും കൂടി പോവുകയാണ്. അതുകൊണ്ട് ഞാനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല, എൻ്റെ വീടടുത്തൊന്ന് പോയി നോക്കണം. ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, എൻ്റെ കയ്യിൽ ഞാൻ പണിയാനായിട്ട് വാങ്ങിച്ചു വെച്ചാൽ വെള്ളിക്കട്ടയുണ്ട്, ആ വെള്ളി ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, ഞാൻ അതിവിടെ ഏൽപ്പിക്കണം. അതിൻ്റെ തന്നേക്കും. വേഗം തന്നെ വെള്ളിക്കട്ട മേടിച്ച് അകത്ത് പെട്ടിയിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. രാമു ഒന്ന് പോവുകയും ചെയ്തു. അവിടുന്ന് ഒരു മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. വരുമെന്ന് നോക്കി, ഇയാളെ കണ്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഭാര്യ ഇയാളോട് വന്നു, ഇതിപ്പോൾ എത്ര നാളാണ് നമ്മളിപ്പോൾ ഈ രാമുവിൻ്റെ വെള്ളിക്കട്ടൻ നോക്കി കുത്തിയിരിക്കണേ, നമുക്ക് പറ്റുമോ, ഇതങ്ങനെ നോക്കട്ട കാര്യമൊക്കെ ഉണ്ട്.
എന്നാൽ അരിപ്പകത്ത് താമസിക്കണമെന്നുള്ളതല്ലാതെ കണ്ട് ഇയാളെ വെള്ളിയും കാത്തു വെച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നമുക്ക് കാത്തു വയ്ക്കല കണ്ടെങ്കിൽ വിറ്റ് കാശാക്കുക മതി. അയാളിഞ്ഞ് വരാനും വന്നാലും എന്തെങ്കിലും നോണ പറയാൻ അത് വിറ്റ് കാശാക്കി ഭാര്യയുടെ പ്രേരണ അനുസരിച്ച് ഈ വെള്ളി 3-4 കിലോ വെള്ളി അങ്ങോട്ട് വിറ്റ് കാശാക്കി അയാളുടെ കാര്യത്തിന് അങ്ങനെ 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞു. 1 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ വാതൊക്കെ മുട്ട് കെട്ടി വെളുപ്പിനെ ചെന്ന് നോക്കുമ്പോൾ എന്താ വാതിൽ തുറന്നപ്പോൾ തന്നെ കണ്ടത് ദേവനായിരുന്നു. ആര് പറഞ്ഞു? രാമു വന്നേരം. രാമനെ കണ്ടോ ഇയാൾ ഓന്ന് ഞെട്ടി. എന്നിരുന്നാലും കയറി പാടും എന്നൊക്കെ പറഞ്ഞ് നല്ല ലോഹ്യത്തിലൊക്കെ വിളിച്ചു. അകത്ത് പോയി. അപ്പോഴേക്കും ഭാര്യ ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു. ചായയൊക്കെ കുടിച്ചു. ലോഹിയൊക്കെ പറഞ്ഞു. അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്നു. അവിടുന്ന് ഇത്ര നാൾ അമ്മയിടയ്ക്ക് സുഖമില്ലായിരുന്നു, ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു, മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തിനു പറയുന്നു, 1 മാസം മുതൽ അമ്മ മരിച്ചു. അപ്പോൾ പിന്നെ ആ മരണാനന്തര കർമ്മങ്ങളൊക്കെ കഴിയട്ടെ, ഞങ്ങൾക്ക് പോരുകയെന്ന് പറഞ്ഞപ്പോൾ അന്യനും ഭാര്യയ്ക്കൊക്കെ വിഷമമായി. പിന്നെ ഒരു 10 ദിവസം കൂടെ നിന്നിട്ട് പോരാണ്ട് പറ്റുമോ? നമുക്കും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ഞങ്ങൾ പിന്നെ ഞങ്ങൾ പോവുകയും ചെയ്തു. അതേ ഉണ്ടായേക്കോ പറയില്ലേ ഇപ്പം ഞങ്ങൾ പോയിട്ട് എന്നും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ തന്നെ ഏൽപ്പിച്ചേർന്ന ആ വെള്ളിക്കട്ട ഉണ്ടല്ലോ, വെള്ളി ഉണ്ടല്ലോ, അത് തന്നേക്കും. ഞാൻ വേഗം ചെന്നിട്ട് ഇനി അതുകൊണ്ട് എന്തെങ്കിലും ആഭരണങ്ങളൊക്കെ പണിത് നമ്മുടേതായ പണികളുണ്ടല്ലോ, പണികൾ നോക്കാം എന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ കാര്യം ഞാൻ പറയാൻ ചങ്ങാതി എന്തെങ്കിലും ദേവൻ പറയണേ, ആലോചിച്ചെടുത്തുണ്ടാക്കി വെച്ചേക്ക്. അപ്പോഴത്തേക്ക് ഒരു സാവകാശം കിട്ടുക. അതിൽ കുറേ അഴുക്കായിരുന്നു. അത് ഞാൻ കാര്യം പെട്ടിക്കാത്ത എങ്ങനെയെന്നറിയില്ല. അതും ആ പൊടിയും ചളിയൊക്കെ പിടിച്ചു. ഞാൻ നോക്കിയപ്പോൾ അത് പൊടിയും ചളിയും കാരണം അതിൻ്റെ നിറം മാറാൻ തുടങ്ങി. എന്നാൽ ഇതൊന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ മുറ്റത്ത് അത് ഒന്ന് നല്ലോണം കഴുകി ഒഴുപ്പാക്കി ഉണങ്ങാനായിട്ട് മുറ്റത്ത് വെച്ചതാണ്. മുറ്റത്ത് വെച്ചിട്ട് ഞാനിവിടെ ഇറങ്ങി തന്നെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ആരെങ്കിലും നമുക്ക് തുള്ളുവാണ്ട് അവിടെ തന്നെ നോക്കി ഇരുന്നു. പക്ഷെ എന്നെ പറ്റിച്ചൂടോ, കള്ളന്മാരൊന്നുമല്ല വന്നു കൊണ്ടുപോയി. എന്താണെന്നറിയില്ല, ഒരു സാമാന്യത്തിലേറെ വലിപ്പമുള്ളൊരു കാക്ക വന്ന് പൊട്ടിപ്പൊറഞ്ഞുകൊണ്ടാ പോയി. വെള്ളിക്കട്ടയാണ്. അപ്പോൾ രാമു ചോദിച്ചു, വെള്ളിക്കട്ട കാക്ക കുത്തിക്കൊണ്ട്? അതേനേ. ഞാൻ അത്ഭുതപ്പെട്ടു. കാക്ക നല്ല പറന്നങ്ങോട്ട് വന്ന് വീണു. കൊക്കെടുത്ത കൊത്തി എന്നിട്ട് പൊന്നി കൊടുക്കാൻ പോയിട്ട്. ഇപ്പോൾ പൊന്നി പിന്നാലെ ഓടാനല്ലേ പറ്റുള്ളൂ. പറന്നു പോന്നാൽ നമ്മളെ കൊണ്ടാവുമോ? എന്തിനു പറയുന്നു, ആ മുതലങ്ങോട്ട് പോയി. അപ്പം രാമുവിന് മനസ്സിലായി, ഇപ്പം പറഞ്ഞോളെ ദേവൻ പറയണമെന്നോണെ, തന്നോടുള്ള കാണിച്ച സൗഹൃദവും ഒക്കെ ആത്മാർത്ഥതയൊക്കെ കള്ളത്തരാം. വെള്ളിക്കട്ടൻ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് പോയി കാക്ക. ആരും വിശ്വസിക്കരുത്, അങ്ങനെ നല്ല സംഭവം. വേറെ എന്തോ ചെയ്തിട്ടുണ്ട്, വെള്ളി തിരിച്ച് കാശാക്കിയിട്ടാവും എന്നൊക്കെ വിചാരിച്ചു. ഒന്നും വേണ്ടാണ്ട് ഭാര്യയും വിളിച്ചു, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞ് വീട്ടിലേക്കും പോയിട്ട് മറ്റൊരവസരം ഇതിന് പകരം വീട്ടാനായിട്ട് ഒരവസരം വരെ കാത്തിരുന്ന് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് ഈ പറഞ്ഞോണം ദേവനും ഭാര്യയ്ക്കും കൂടി അത്യാവശ്യം, ഭാര്യയ്ക്ക് തീരെ സുഖമില്ല. അപ്പോൾ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 3 വയസ്സുള്ള കുട്ടിയുണ്ടായി, ഒരു മകളുണ്ട്. ആ കുട്ടിയെ ഇവിടെ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അതിൻ്റെ അടുത്തുകൊണ്ട് നടക്കാൻ പറ്റും. വേഗം രാമൻ്റെ വീട്ടിൽ കൊണ്ട് ചെന്നിട്ട് ഈ ദേവൻ പറഞ്ഞോ, അവൾക്ക് നല്ല സുഖമില്ല, ആസ്പത്രിയിലേക്ക് പോവുക. ഞാൻ പോയി ആസ്പത്രിയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വരാം. താനൊരു കാര്യം ചെയ്യുക, അതുവരെ എൻ്റെ കുട്ടിയൊന്നും നോക്കണം എന്ന് പറഞ്ഞ് മകളെ രാമൻ്റെ അടുത്താക്കിയിട്ട് ദേവൻ ഭാര്യയുടെ ആസ്പത്രിയിൽ ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ വയറിനകത്തൊരു വയറുവേദനയാണ്. അപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്തെടുത്ത് കളയണം. എത്ര വേഗം പറ്റുമോ എന്ന് വെച്ചാൽ അത്രയും വേഗം. ഉടനെ അവിടെ അഡ്മിറ്റാക്കി അവിടെ ആസ്പത്രിയിൽ ചേർത്തി കിടത്തി
4 ദിവസം കഴിഞ്ഞിട്ട് മരുന്നൊക്കെ കൊടുത്തു, പരിശോധനയൊക്കെ കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കൂടി അവൻ കിടക്കുന്നുണ്ട്. അങ്ങനെ 10 ദിവസം ആസ്പത്രിയിൽ കിടന്നിട്ട് ഇത്തിരി സമാധാനം, ഇനി വീട്ടിൽ വന്ന് വിശ്രമിച്ചാൽ മതി എന്ന് കരുതിയിട്ട് ആസ്പത്രിയിൽ നിന്ന് വിട്ടപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ മകളെ കൊണ്ടുവരാനായിട്ട് പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചിട്ട്, അപ്പോൾ ഈ ആസ്പത്രിയിലേക്ക് ഭാര്യയും കൊണ്ട് പോയിട്ട് അന്ന് വരുമെന്ന് നോക്കി. അപ്പോൾ ചെന്നപ്പോൾ വന്നില്ല. ഇവിടെ തന്നെ പിറ്റേ ദിവസം വളരെ ബുദ്ധിപൂർവ്വം രാമു ഒരു കാര്യം ചെയ്തു. അവരുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് തട്ടുമുകളിലായിട്ട് ഈ കുട്ടിയെ ഭാര്യയോട് പറഞ്ഞു, നീ ഇടയ്ക്ക് പോയിട്ട് നമ്മുടെ താമസം അവിടെ ആക്കിയെന്ന് വെച്ചാൽ മതി. കുട്ടിയെ മാത്രം അവിടെ ആക്കിയിട്ട് നമ്മൾ താഴത്തേക്ക് പോരുമ്പോൾ വാതിൽ അടച്ചിട്ട് വേണം. കുട്ടി എങ്ങും പോകും. കുട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. നേരാനേരങ്ങളിൽ ഭക്ഷണവും മറ്റു കാര്യങ്ങളും കുളിപ്പിക്കലും മുപ്പിക്കലും കാര്യങ്ങളും എല്ലാം മുകളിൽ തന്നെ. മുകളിൽ വളരെ വിശാലമായ ഹോളുണ്ട്. ഇവർ 2 പേരും അവിടെയാണ് കിടന്ന് ഉറങ്ങണമെന്നത്. കുട്ടിക്ക് ഒരു വേവലാതി ദോഷവും വരാത്ത വിധത്തിൽ കുട്ടി അങ്ങോട്ട് ഒളിപ്പിച്ചു. 10-14 ദിവസത്തെ ആസ്പത്രിവാസവും കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ മുകളിൽ കുട്ടീൻ്റെ ഒളിപ്പിച്ച് താമസിപ്പിച്ചേക്കുക. ഇവിടെ വന്നിട്ട് ചോദിച്ചു, എടാ കുട്ടിയെ വിളിക്കും, ഞാൻ കൊണ്ടുപോയിക്കോളാം. ദിവസം കുറേ ആയില്ലേ കുട്ടിയെ കണ്ടപ്പോൾ. ഭാര്യ കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു പോകണം, കൊച്ചിനെ വിളിക്കും. കാര്യമാണെന്നും പറയണ്ട. എനിക്ക് ഒരു ഇത് പറ്റി, അബദ്ധം പറ്റി. ഞാൻ കുട്ടിയെ, ഞാനിവിടെ ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കാറുണ്ട് പറ്റൊക്കെ. അപ്പോൾ കുട്ടി എൻ്റെ കൂടെ നിൽക്കുന്നു. ഞാൻ കുട്ടിയെ അടുത്ത് നിൽക്കുകയാണല്ലോ എന്ന് വെച്ചു. അവർക്ക് നനയ്ക്കണം കാണുന്നത് വലിയ ഇഷ്ടമായി. കുറച്ച് നേരം ഈ വെള്ളം മുക്കി ചെടിയിലേക്ക് ചെടികൾ ഒഴിക്കുക. അപ്പോൾ ദൂരെയൊന്നും പോകരുതെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഒന്നും പോകാൻ്റെ കണ്ടുപിടുത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിന്നോണ്ടിരിക്കുക. പെട്ടെന്ന് ഈ പറഞ്ഞു ഒറ്റൊരു പക്ഷി പരുന്താന്നാ എനിക്ക് തോന്നണേ. ഒറ്റൊരു പരുന്തിന് പറന്ന് വന്ന് കൊച്ചിനെ ഒരു റാഞ്ചിക്കൊണ്ട് പോയി. എനിക്ക് പുറകെ ഓടാനല്ലേ പറ്റുള്ളൂ. പറന്ന് പൊങ്ങി പിടിക്കാൻ പറ്റുമോ? ഞാനിവിടെ നിന്ന് ഒച്ച വെച്ച് എന്നൊക്കെ ഒച്ച വെച്ചു. ഒരു കാര്യമുണ്ടായി. കുട്ടിയെ ആ പരുന്ത് റാഞ്ചി. അപ്പോൾ ദേവന് കാര്യം മനസ്സിലായി. ഇതെന്നോട് പകരം പെട്ടതാണ്. വെള്ളിക്കട്ട കാക്ക കൊത്തിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞത് അതിന് പകരം വീട്ടാനാണ്. എൻ്റെ കുട്ടി ഇയാൾ ഒളിപ്പിച്ചു വെച്ചത്. ഒറ്റ കുട്ടി എന്താ ചെയ്തത്? വേഗം ചെന്ന് ന്യായാധിപൻ്റെ അടുത്ത് ചെന്ന് കേട്ടു. ന്യായാധിപൻ്റെ ഇത് കേട്ടപ്പോൾ, ന്യായാധിപൻ എന്ന് പറയുന്നത് ഗ്രാമമുഖ്യനാണ്. അയാൾക്ക് ഇത് കേട്ട വഴിക്ക് എന്തേ പറയണം, കുട്ടിയെ പരുന്ത് റാഞ്ചി. നമ്മുടെ കോഴിക്കുഞ്ഞും താറാകുന്നൊക്കെയാണ് ഈ പരുന്ത് റാഞ്ചി. നമുക്കത് വിശ്വസിക്കാതെ കുട്ടിയെ പരുന്ത് റാഞ്ചി കൊണ്ടുപോയി നടന്നു. അങ്ങനെ അയാൾ പറഞ്ഞു, അതാവില്ല, ഇത് ഏതാണ്ട് കളഞ്ഞ അയാളെ അങ്ങോട്ട് വിളിപ്പിക്കാം എന്ന് കരുതി ഗ്രാമമുഖ്യൻ പടന്മാരെയും വിട്ടു. രാമു പോയി. രാമു അവിടെ ചെന്ന് ന്യായാധിപൻ കേട്ടു. അപ്പം എന്താണോ കുട്ടി എന്തായത്? കുട്ടിയെ ഞാൻ എന്ത് ചെയ്യുന്നു? കുട്ടി പറ്റത്തൊന്നും ഇല്ലാതെ കുട്ടിയെ വന്ന് പരുന്ത് റാഞ്ചി. കുട്ടി അങ്ങനെ പരുന്ത് റാഞ്ചി. എന്തായി പറയണേ? താൻ എന്തായാലും നോണ പറയണേ? കുട്ടി എന്താ ചെയ്യാന്ന് പറയും? തനിക്ക് ശിക്ഷ കിട്ടും, ചാട്ട പറഞ്ഞാൽ അടികൊള്ളുന്നു. എൻ്റെ മന്നെ വെള്ളിക്കട്ടൻ വിറ്റിയൊക്കെ കാക്ക കുത്തിക്കൊണ്ട് പോകണം നാടാണ് നമ്മുടെ. അവിടെ പിന്നെ കൊച്ചിനെ പരുന്തുകൾ റാഞ്ചിക്കൊണ്ട് പോയില്ലേ? അപ്പം ന്യായാധിപൻ അത് ശരി വെള്ളിക്കട്ട കാക്ക കുത്തിക്കൊണ്ട് പോയി ചോദിച്ചപ്പോൾ ദേവനോട് ചോദിച്ചു. 2-3 കിലോ പോകുന്നൊരു വെള്ളിക്കട്ട ഞാൻ ഇയാളുടെ സൂക്ഷിക്കാൻ കൊടുത്തതാണ്. ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇയാളെന്നോട് പറഞ്ഞത് വെള്ളിക്കട്ട ചളിയൊക്കെ കളഞ്ഞ് മുറ്റത്ത് വെച്ചേക്കുമ്പോൾ കാക്ക കുത്തിക്കൊണ്ട് പോയി. അങ്ങനെയുള്ള നാട്ടിൽ മനുഷ്യക്കുട്ടികളെ ഇതിനൊക്കെ പരുന്ത് റാഞ്ചി. അപ്പം ന്യായാധിപന് കാര്യം മനസ്സിലായി. എടോ ആ വെള്ളിക്കട്ട എവിടെയാണ്? അത് ഞാൻ വിറ്റ് കാശാക്കി. എന്നിട്ട് എവിടെ? കാശൊക്കെ ചിലവായി. എന്നൊരു കാര്യം ചെയ്യും, ആ കാശിന് ആ കാശാ കൊടുക്കുക അയാൾക്ക്.
അല്ലെങ്കിൽ ആ കാശിന് അത്രയും വെള്ളി അങ്ങോട്ട് മേടിച്ചു. എത്ര ഉണ്ടാക്കുന്നുണ്ടോ വെള്ളി? 3 കിലോ വെള്ളി. 3 കിലോ വെള്ളി എന്ന് താൻ വാങ്ങിച്ച് രാമുവിന് കൊണ്ടു കൊടുക്കുന്നു. അന്ന് തനിക്ക് കുട്ടിയെ കൊടുക്കാൻ പറ്റുമോ? പറ്റും. ആ പരുന്ത് റാഞ്ചിയെ കുട്ടിയെ പരുന്തപ്പം തിരിച്ച് ഇങ്ങോട്ട് റാഞ്ചി കൊണ്ടുവരുമല്ലോ. പരുന്ത് കൊണ്ടുത്തരും. വെള്ളിക്കട്ട എൻ്റെ വീട്ടിലെത്തിയ പരുന്ത് കുട്ടിയെ കൊണ്ടുത്തരും. സമ്മതമാവുന്നത്. അങ്ങനെ ന്യായാധിപൻ്റെ തീർപ്പനുസരിച്ച് ദേവൻ 3 കിലോ വെള്ളി വാങ്ങിച്ച് രാമൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുത്തു. അപ്പോഴത്തേക്കും താൻ ഇനി വീട്ടിൽ പോയി നോക്ക്, തൻ്റെ കുട്ടി വീട്ടിൽ വന്നിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും മുകളിൽ നിന്നും ഇറക്കി കൊണ്ടുപോയി രാമുവിൻ്റെ ഭാര്യ കുട്ടിയെ മറ്റയാളുടെ വീട്ടിൽ, ദേവൻ്റെ വീട്ടിൽ ഭാര്യയുടെ അടുത്ത് കൊണ്ടാക്കി. ദേവൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയുടെ അടുത്ത് കട്ടിൽ കൂടെ അടുത്ത് തന്നെ കിടക്കുക. ആരാ കിടക്കണേ? തൻ്റെ പൊന്നുമോള്. അപ്പോൾ പരുന്തും റാഞ്ചിയില്ല, കാക്കയും കിട്ടിയില്ല. 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പകരത്തിന് പകരം രാമു ദേവൻ ചെയ്ത കള്ളത്തരത്തിന് രാമു പകരം വീട്ടി. അതാണ് ഇന്നത്തെ കഥ, പകരത്തിന് പകരം. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളികൾ പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.